ഹാപ്പനിങ് അവേഴ്സ് തുടരുകയാണ്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ നിശിത വിമർശനം. അനന്തുവിന് ജീവൻ നഷ്ടമായത് സർക്കാരിന്റെ അനാസ്ഥ മൂലമെന്ന് കേന്ദ്ര വനം മന്ത്രി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾ വിനിയോഗിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. A 15-year-old Anadu was killed after electrocution from wild boar trap fence. This is the latest in the series of similar death by the electric fences in the region for last few years. Even in 2025 alone, 3 people were killed in this district alone. This electrocution was result of deliberate negligence by the state government of Kerala and local authorities. അതേസമയം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ശരത്ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത്ലാൽ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സംസ്ഥാന സർക്കാരിനെതിരെ നിലപാടെടുക്കുമ്പോൾ അപ്പോഴും അവിടെ ഒരു ചോദ്യം നിലനിൽക്കുകയാണല്ലോ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് മുന്നിൽ കേന്ദ്രം മുഖം തിരിച്ച് നിൽക്കുകയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ കാടുകളിൽ കാട്ടുപന്നി അനിയന്ത്രിതമായി പെറ്റുപെരുകുകയും മനുഷ്യജീവന്, മനുഷ്യന്റെ സമ്പത്തിന് ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അതിനിടയിൽ കേന്ദ്രത്തിന്റെ ഈ കുറ്റപ്പെടുത്തൽ, പ്രത്യേകിച്ച് മനുഷ്യജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണം എന്ന് പറയുമ്പോൾ കേന്ദ്ര നിയമങ്ങൾ തന്നെയാണല്ലോ അതിനെതിരായി നിൽക്കുന്നത്. പോത്തൻ ഇതിൽ വളരെ വ്യക്തതയോടെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതേപോലെ തന്നെ കേരളമാണ് ഈ അധികാരം ഉപയോഗിച്ചത്. കൃഷിനാശം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാം, അല്ലെങ്കിൽ അത് സംബന്ധിച്ച നടപടികൾ എടുക്കാം. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തിനാണ് അലംഭാവം കാണിക്കുന്നത് എന്നൊരു മറുചോദ്യമാണ് അദ്ദേഹം കാട്ടുപന്നിയുടെ കാര്യത്തിൽ ചോദിച്ചത്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും വേട്ടയാടാം എന്നൊരു അവസ്ഥ വരും. അതൊരിക്കലും വനത്തിൽ കയറി പോലും ക്ഷുദ്രജീവികളെ വേട്ടയാൻ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനത്തിൽ കയറി വേട്ടയാടുന്നത് തടയുന്നതിന് വേണ്ടി മാത്രമാണ് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നത് എന്നൊരു ന്യായീകരണമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യം, സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനം തങ്ങളുടെ അധികാരം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഫെൻസിംഗില് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫെൻസിംഗിലെ സംബന്ധിച്ചിടത്തോളം അതിൽ 240 വോട്ടിൽ അപ്പുറം ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്രം നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനം വീഴ്ച വരുത്തി എന്നുള്ളതും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന് പോർട്ടിലേക്ക് പന്ത് തട്ടുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ട്. ഒരു വാട്സപ്പ് മാത്രം മതി ഏതൊരു മൃഗത്തെയും കൊല്ലാൻ, വൈൽഡ് ലൈഫ്, അതായത് വന്യജീവി സംരക്ഷകന് എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോത്തൻ. ശരി, താങ്ക് യു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ചെയ്യുന്നത്. ഭൂപേന്ദ്ര യാദവിന്റെ ഈ വിമർശനങ്ങൾ അവിടെ നിൽക്കുമ്പോഴും കേന്ദ്ര നിയമങ്ങൾ എതിരല്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതേസമയം തന്നെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആവശ്യം കേന്ദ്രം തള്ളിക്കളയുകയും ചെയ്യുകയാണ്.